ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നോമ്പിന് മുന്നോടിയായിട്ടുള്ള ബറാത്തിൻ്റെ കണ്ണൂർ സ്പെഷ്യൽ ചക്രച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ 1 കിലോ ഗോതമ്പ് തലേന്ന് രാത്രി തന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴുകി സോക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ചൂടുവെള്ളം ആവശ്യത്തിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്ത് നന്നായിട്ട് തിളപ്പിക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആദ്യം രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. രണ്ടാം പാലിലും ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് വെന്ത് കഴിഞ്ഞാൽ എഗെയിൻ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക. അതും ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പ് വേവിച്ചെടുക്കണം. അപ്പം പരിപ്പ് ഞാൻ ഓൾറെഡി സോക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പം പരിപ്പ് കഴുകി അതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചൂടുവെള്ളം ആവശ്യത്തിൽ ഉപ്പ് ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പം ഗോതമ്പും പരിപ്പും ഒരേ ടൈമിൽ വേവിച്ചെടുക്കുക. അപ്പോൾ പെട്ടെന്ന് പണിയൊക്കെ തീരും. അപ്പോൾ ഇത് പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഇതുപോലെയുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. കടിക്കാൻ കിട്ടണം നമുക്ക്. അപ്പോൾ ഈ പരിപ്പിലെ വെള്ളം കൂറ്റി കളഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഗോതമ്പത്തിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ വെള്ളത്തിൻ്റെ പാവ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും ഒരു 3-4 പീസ് ഏലക്കായും കൂടെ ഇട്ടിട്ട് പൊടിയായിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മധുരത്തിന് ഇനി വേണ്ടിയിട്ട് ഞാൻ മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള ചക്രച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. അതല്ല ഇത് തണുപ്പിച്ചിട്ടും കഴിക്കാം. ഇത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇത് കുറച്ച് വലിയ ക്വാണ്ടിറ്റിയിൽ ഞാൻ കാണിച്ചിട്ടുള്ളത്.